നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തകരാറിലായ ആരോഗ്യ സിസ്റ്റത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുമ്പോൾ KSU കരിങ്കൊടി സമരത്തിനിടെ മന്ത്രി വീണ ജോർജിന് പരിക്ക്. മന്ത്രി ICUവിൽ. കണ്ണൂരിൽ നിന്ന് വന്ദേ ഭാരതിൽ കയറാനെത്തുമ്പോൾ ഏതാനും KSUക്കാർ കരിങ്കൊടി കാണിക്കുമ്പോൾ പോലീസ് തടയുന്നു. മന്ത്രിയും സമരക്കാർക്ക് നേരെ തിരിഞ്ഞപ്പോൾ പോലീസിന് മന്ത്രിയെ അനുനയിപ്പിക്കാനും KSUക്കാരെ തടയേണ്ടിയും വന്നു. സമരക്കാർ പോയപ്പോൾ കഴുത്തുവേദന അനുഭവപ്പെട്ട മന്ത്രിയെ ആശുപത്രിയിലാക്കി. മന്ത്രിക്കെതിരായ പ്രതിഷേധം അതിര് കടക്കുകയാണോ, അതോ സഹതാപത്തിനായി ആരോഗ്യമന്ത്രി നടത്തിയ അഭിനയമോ? മന്ത്രിയെ ആക്രമിച്ചെന്ന പേരിലുള്ള പ്രതിഷേധം നാട്ടിൽ ക്രമസമാധാന തകർച്ചയിലേക്കോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഇന്ന് വൈകിട്ടാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ സംഭവം ഉണ്ടായത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോരാൻ വേണ്ടി വന്നതായിരുന്നു. ആ സമയത്താണ് ഏതാനും KSUക്കാർ കരിങ്കൊടിയുമായി എത്തിയത്. ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. എനിക്ക് മനസ്സിലായി അവന്മാരുണ്ടെന്ന്. അത് നിങ്ങളോട് പറഞ്ഞ ഷോ ആണല്ലോ അവർ നടത്തുന്നത്. ഇവിടെ ക്യാമറ കണ്ടപ്പോഴേ വിചാരിച്ചു അവരുണ്ടെന്ന്. ഞാനൊന്ന് പോവാൻ പോയി നടക്കാൻ. ഇതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് സംഭവിച്ചത്. KSUക്കാർ കരിങ്കൊടിയുമായി ചാടി വരുന്നു. അതിനിടെ മന്ത്രിയും KSUക്കാർക്ക് നേരെ തിരിയുന്നുണ്ട്. മന്ത്രി അവർക്ക് നേരെ കയർക്കുന്നതും കാണാം. അതേസമയത്ത് തന്നെ പോലീസ് മന്ത്രിയെ അനുനയിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നു. KSUക്കാരെ പോലീസ് പിടികൂടി അവരെ റെയിൽവേ സ്റ്റേഷന് വെളിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം പ്ലാറ്റ്ഫോമിലേക്ക് വന്ന സമയത്തും മന്ത്രി പറയുന്നുണ്ടായിരുന്നു ഇവിടെ നടന്നത് ഒരു ഷോയാണെന്ന്. അതേസമയത്ത് തന്നെ അവർ പോലീസ് നേരെ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന്. അത് കഴിഞ്ഞാണ് അവർക്ക് പിടലി വേദന അനുഭവപ്പെട്ടത്. ആ സമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രി നേരിട്ട് മന്ത്രിയെ വിളിക്കുകയും ചെയ്തു. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഒന്നും തൊണ്ടും ഉണ്ടായി. എനിക്കിപ്പോൾ പക്ഷേ ഞാൻ നടന്നു വന്നപ്പോൾ എനിക്ക് കഴുത്തനക്കാനൊരു അത് രണ്ട് വിഭാഗക്കാർ വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ നടന്നു വരുമ്പോഴാണ് എനിക്ക് ഈ കഴുത്തിൻ്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. ശരി ശരി ഞാൻ കേൾക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യമന്ത്രിയെ ആശുപത്രിയിലാക്കി. ആശുപത്രിയിൽ മുഖ്യമന്ത്രി സന്ദർശിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് എല്ലായിടത്തും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ CPM കണ്ണൂരിലും പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി. CPM മന്ത്രിക്ക് നേരെ നടന്നത് കയ്യേറ്റ ശ്രമമാണ്, കയ്യേറ്റം ചെയ്തു മന്ത്രിയെ തുടങ്ങിയ കാര്യങ്ങളാണ് CPM നേതാക്കൾ പറയുന്നത്. ആരോഗ്യമന്ത്രിയെ മുഖ്യമന്ത്രി ആശുപത്രിയിൽ സന്ദർശിച്ചു. അതേസമയം ഇത് നാടകമെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം.
കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെല്ലാം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. KSUക്കാർ മന്ത്രിക്ക് നേരെ പ്രതിഷേധം നടത്തുകയേ ചെയ്തിട്ടുള്ളൂ, അവരെ കയ്യേറ്റം ചെയ്തിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ. വി ഡി സതീശനും ഇക്കാര്യം പറയുകയുണ്ടായി. വി ഡി സതീശന്റെ പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ പ്രാഥമികമായൊരു അന്വേഷണം നടത്തി. പ്രാഥമികമായ അന്വേഷണത്തിലും ഇതുവരെ വാർത്താ ചാനലുകളിൽ വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചതിലും KSUക്കാർ പ്രതിഷേധം നടത്തിയെന്നുള്ളത് ശരിയാണ്. പക്ഷെ അവരുടെ അടുത്തുപോലും എത്തിയിട്ടില്ല. ഒരാളും എത്തിയിട്ടില്ല. 3-4 KSU പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. 30-35 പോലീസുകാരുണ്ടായിരുന്നു. ഇവരെ ആക്രോശിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന ദൃശ്യങ്ങൾ മാത്രമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾ പരിശോധിക്കും. അങ്ങനെ എന്തെങ്കിലും തെറ്റ് KSUക്കാരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കും. പക്ഷെ ഇതുവരെ കിട്ടിയിരിക്കുന്ന ദൃശ്യങ്ങൾ വെച്ച് ആരും അവരുടെ അടുത്തേക്ക് പോയിട്ടില്ല. 3-4 KSUക്കാരും 35 പോലീസുകാരുമാണ് ഉണ്ടായിരുന്നത്. 30-35 പോലീസുകാരും 3-4 KSUക്കാരും ഉണ്ടായിരുന്നു. പ്രതിഷേധിക്കും, കരിങ്കൊടിയൊക്കെ കാണിച്ച് പ്രതിഷേധിക്കും. എല്ലാവർക്കും എതിരായി പ്രതിഷേധിക്കാറുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട്, ഇനിയും പ്രതിഷേധിക്കും. പക്ഷെ ആക്രമിക്കും എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. നടന്നിട്ടില്ല എന്നാണ് ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഈ ദൃശ്യങ്ങൾ കണ്ടതിലും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഇനിയും ഞങ്ങൾ അന്വേഷിക്കും. അല്ല, അത് പിന്നെ തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ, എന്തും പറയാമല്ലോ, അതിൽ അർത്ഥമില്ല. ഞാൻ ചോദിക്കുന്നത്, വാർത്താ മാധ്യമങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ ആക്രമിക്കുന്ന ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടോ? ഇവരെ അടുത്താരെങ്കിലും ചെല്ലുന്നതിന്റെ ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടോ? ഒറ്റ വാർത്താ മാധ്യമങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ അത് ആഘോഷിക്കാനാണെങ്കിൽ ആഘോഷിച്ചോട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ അന്വേഷണത്തിൽ കിട്ടിയ വിവരമാണ്. ഇനിയും ഞങ്ങൾ അന്വേഷിക്കും. കൂടുതലുണ്ടെങ്കിലും വിവരം തരാം. ആരെങ്കിലും അവരുടെ അടുത്ത് ചെന്ന് അവരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ ശക്തമായി അപലപിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർക്കെതിരായി നടപടിയെടുക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്തു കാണാനുള്ള യാതൊരു സാധ്യതയും പ്രാഥമിക അന്വേഷണത്തിലില്ല. രണ്ടാമത് അന്വേഷണത്തിൽ അങ്ങനെ കണ്ടാൽ തീർച്ചയായിട്ടും ചെയ്യും. അവരെ 2 സംഘം ശാരീരികമായി തന്നെ ആക്രമിച്ചു. ആക്രമണത്തിൽ കഴുത്തിന് പരിക്കേറ്റു, വല്ലാത്ത വേദന, അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നവർ കേരളത്തെ ഒരു കലാപഭൂമിയാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കാരണം മന്ത്രിമാരെന്ന് പറയുന്നത് ആരും ഇന്നലെ പൊട്ടിമുളച്ചവരല്ല. ഈ നാടിന്റെ പിന്തുണയോടുകൂടി വളർന്നു വന്നവര്. അവരെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും സ്വാഭാവികമായി ഇടപെട്ടാൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളാണ് ഈ ക്രിമിനലുകൾ ആഗ്രഹിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിഷേധ രൂപമല്ല, കൃത്യമായ ആസൂത്രിതമായ ഗൂഢായുസം. അതിനായി ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വനിതകളും യുവാക്കളും വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും എല്ലാവരും വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം, പ്രതിഷേധ പ്രവർത്തനങ്ങൾ, പരിപാടികൾ കേരളത്തിലുടനീളം നടത്തണം എന്നിപ്പോൾ പാർട്ടി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. വലിയ രീതിയിലാണ് ജനങ്ങൾ ഈ കടന്നാക്രമത്തെ പ്രതിരോധം തീർത്തുകൊണ്ട് മുമ്പോട്ടേക്ക് വരുന്നത് എന്ന കാര്യവും വളരെ ആവേശകരമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഇത് യഥാർത്ഥത്തിൽ CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിനുമെതിരായി പല മേഖലയിലും ഇതിനു മുമ്പുള്ള ചരിത്രം പരിശോധിച്ചാൽ, ഇപ്പോൾ ത്രിപുരയൊക്കെ എടുത്ത് പരിശോധിച്ച് ഇതേ രീതിയാണ് അവിടെയും തുടങ്ങിയത്. ജനപ്രതിനിധികളെ കടന്നാക്രമിക്കുക, മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുക, മന്ത്രിമാരെ കടന്നാക്രമിക്കുക, ഇതായിരുന്നു അവിടെയും എല്ലാം കണ്ട കാഴ്ച. ഒരു വനിതാ മന്ത്രിയെ കായികമായി കടന്നാക്രമിക്കുക, ഗുരുതരമായ പരിക്കേൽപ്പിക്കുക കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമാണ്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. നേരത്തെ യൂത്ത് കോൺഗ്രസുകാർ പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെ അറിവോടുകൂടി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വീട്ടിന് നേരെ റീത്ത് വെച്ചതാണ്. ആ റീത്ത് വെച്ചതിന്റെ തുടർച്ചയായിട്ടാണോ മന്ത്രിയെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണം. റീത്ത് വെച്ചതിന്റെ തുടർച്ചയായി മന്ത്രിയെ അപായപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതാണ് CPM-ന്റെ പ്രതികരണം. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് CPM ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതേസമയം മന്ത്രിയെ KSUക്കാർ കയ്യേറ്റം ചെയ്തിട്ടില്ല എന്നാണ്
കോൺഗ്രസിന്റെ വാദം ദൃശ്യങ്ങളിലും അങ്ങനെ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്നതായിട്ട് ഒന്നും കാണുന്നുമില്ല. ശ്രീ മുഹമ്മദ് അഫ്സൽ, ശ്രീ തൗഫീഖ് രാജൻ, ശ്രീ എം എസ് വേണുഗോപാൽ, ശ്രീ എം ജയചന്ദ്രൻ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ശ്രീ തൗഫീഖ് രാജൻ, KSUവിന്റെ പ്രതിഷേധം, KSU മാത്രമല്ല യൂത്ത് കോൺഗ്രസും ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. കോൺഗ്രസും UDF ഒക്കെ പ്രതിഷേധത്തിലാണ്. അതിര് കടക്കുകയാണോ? കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാനൊരു ദൃശ്യം കാണിക്കാം, അതിനുശേഷം സംസാരിക്കാം. ഇത് ഞങ്ങൾ കാണിച്ച ദൃശ്യത്തിലും ഉണ്ടായിരുന്നു. ഇത് മഞ്ജുഷ ദൃശ്യങ്ങൾ കണ്ടതാണല്ലോ. നല്ല കത്രിക വെക്കാത്ത വീഡിയോ ആണ് ന്യൂസ് 18ലൂടെ ഞാനിപ്പോ പുറത്തു വിടുന്ന, ഇല്ലെങ്കിൽ കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ KSU പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചും അസഭ്യം പറഞ്ഞു ചാടി അടുക്കുന്നത് ആരാണ് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ കൃത്യവും വ്യക്തവുമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട്. സത്യത്തിൽ ഈ ആരോഗ്യ കേരളത്തെ അവതാളത്തിലാക്കിയ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിന ഇന്നത്തെ അഭിനയ മികവിനാണ്. മികച്ച നടിക്കുള്ള പുരസ്കാരമോ പ്രത്യേക ജൂറി പരാമർശമോ നൽകണമെന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയോട് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സത്യത്തിൽ വീണ ജോർജ് പെൺകുട്ടികളുടെ മോണോ ആക്ടിൽ 1ാം സ്ഥാനം നേടിയ മൈലപ്ര മൗണ്ട് ബദനി സ്കൂളിലെ വിദ്യാർത്ഥി വീണ കുര്യാക്കോസിൽ നിന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിലേക്ക് എത്തിയപ്പോഴും ആ അഭിനയ മികവിന് ഒട്ടും മോശം സംഭവിച്ചിട്ടില്ല, ആ അഭിനയ മികവിന് ഒട്ടും കോട്ടം സംഭവിച്ചിട്ടില്ല എന്ന അടിവരയിടുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണാനായി സാധിച്ചത്. ഇനി ആരോഗ്യമന്ത്രിയുടെ ഈ അഭിനയ മികവിന്, ആരോഗ്യമന്ത്രി എന്ന അഭിനയമന്ത്രിയുടെ ഈ അഭിനയ മികവിന് എവിടെയാണ് കോട്ടം സംഭവിച്ചത് എന്ന് ഞാൻ വ്യക്തമാക്കാം. ഈ ദൃശ്യങ്ങളടക്കം മഞ്ജുഷ കണ്ടതാണല്ലോ, ബഹുമാനപ്പെട്ട മറ്റ് അതിഥികളും കണ്ടതാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ KSU പ്രവർത്തകർ മന്ത്രി വീണ ജോർജിനെ ആക്രമിക്കുന്നതായി ഈ ദൃശ്യങ്ങളിൽ എവിടെയെങ്കിലും ഒന്ന് പക്ഷേ അവര് ട്രെയിനിൽ കയറാൻ വന്നതാണ്. ആ സമയത്ത് അവരെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ അനുവദിക്കാത്ത രീതിയിലാണ് KSUക്കാരുടെ പ്രതിഷേധം വന്നത്. അത് കാണാം ദൃശ്യത്തിൽ. ശരി മഞ്ജുഷേ, പ്രതിഷേധങ്ങൾ കേരളത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിഷേധങ്ങളിലേക്ക് ഞാൻ രണ്ടാമത്തെ ഭാഗം വരാം. ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ എന്താ, ആദ്യത്തെ അധ്യായം എന്താ, ഇവിടെ വീണ ജോർജിനെ മർദ്ദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രസക്തമായ വിഷയം. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി കേരളത്തിലുടനീളം ആരോഗ്യ മേഖലയെ അവതാരത്തിലാക്കിയ, ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററിലാക്കിയ, ആരോഗ്യ മേഖല കേരളം കണ്ട ഏറ്റവും മോശം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രതിഷേധം അലയടിക്കുകയാണ്. അതിൽ നിന്ന് സഹതാപ തരംഗം ഉണ്ടാക്കുക എന്നുള്ള ആസൂത്രിത ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് സംഭവങ്ങളൊക്കെ അരങ്ങേറിയത്. അതവിടെ നിൽക്കട്ടെ. ആദ്യത്തെ പ്രശ്നം എന്താ, ഇവിടെ വീണ ജോർജിന് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അത് KSU പ്രവർത്തകരിൽ നിന്നാണോ? ഇതല്ലേ ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതിന് ഞാൻ ഉത്തരം പറയാം. ഇവിടെ മഞ്ജുഷ അടക്കം ദൃശ്യങ്ങൾ കണ്ടതാണല്ലോ. ഇവിടെ ഏകദേശം 4 KSU പ്രവർത്തകരും ഏകദേശം 40ഓളം പോലീസുകാരുമാണ് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ഇവിടെ വീണ ജോർജിനെ എന്തായാലും ഈ 40 പോലീസുകാരെ കവർ ചെയ്തുകൊണ്ട് 40 പോലീസുകാരെ തള്ളി മാറ്റി ഈ 4 KSU പ്രവർത്തകർ വീണ ജോർജിനെ പരിക്കേൽപ്പിക്കാൻ ഏതാണ്ട് അമാനുഷികരൊന്നുമല്ല ഞങ്ങളുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അതിലും ഒപ്പം ഉണ്ടായിരുന്ന 3ഓളം സഹപ്രവർത്തകരുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ ഘട്ടത്തിൽ തന്നെ ഇവരുടെ വാദം പൊളിയുകയാണ്. മഞ്ജുഷ വളരെ കൃത്യമാണ്. ഇത് എവിടെ വെച്ചാണ് സംഭവം ഉണ്ടായത്? കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ. അവിടെ മറ്റ് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു, മറ്റ് വ്യക്തികളടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ആരും ഇത്തരത്തിലുള്ള ദൃശ്യം കണ്ടില്ല. പക്ഷെ അവർക്ക് അല്ലല്ല, പെടലിക്ക് പരിക്കേറ്റു എന്നാണല്ലോ, പെടലിക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവിടെ ഇരുന്നത്. അവർക്ക് അല്ല അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്നാണ് തൗഫീഖെ, എങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ അതിലേക്ക് വരാം, മഞ്ജുഷിന്റെ ചോദ്യത്തിലേക്ക് വരാം. വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. അതായത് ഞാൻ വളരെ സിമ്പിൾ ആയി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. മഞ്ജുഷേ, ഇവിടെ അവർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ, അവരെ മർദ്ദിക്കുന്നുണ്ടെങ്കിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ 24 മണിക്കൂറും CCTVയുടെ നിരീക്ഷണത്തിലാണ്. അങ്ങനെയെങ്കിൽ വീണ ജോർജിന് ഇത്തരത്തിൽ പരിക്കേൽപ്പിക്കുന്ന KSU പ്രവർത്തകർ, ഞാൻ മഞ്ജുഷിനോട് വീണ്ടും അടിവരയിട്ട് പറയുന്നു, 4 KSU പ്രവർത്തകർ എങ്ങനെയാണ് 40ഓളം പോലീസുകാരെ മറികടന്ന് പരിക്കേൽപ്പിക്കുന്ന? ഒന്നാമത്തെ ചോദ്യം. 2, ഈ വീണ ജോർജ് എന്ന് പറയുന്ന മഹതി, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി, അവർ KSU പ്രവർത്തകർക്ക് നേരെ അസഭ്യം പറഞ്ഞും ആക്രോശിച്ചും രംഗത്ത് വരുന്ന ദൃശ്യം ഞാൻ മഞ്ജുഷിനെ കാണിച്ചതാണ്. ഇനി മറ്റൊരു ചിത്രം കൂടി മഞ്ജുഷിനെ കാണിക്കാം. ഇതിൽ ഞാനൊരു ഭാഗം നോട്ട് ചെയ്തിട്ടുണ്ട്, മഞ്ജുഷ കണ്ടിട്ടുണ്ടാകും.
മഞ്ജുഷ ഈ ദൃശ്യങ്ങൾ കൈക്ക് വളരെ പരിക്കുക കൃത്യമാണ്. ഈ എന്നുള്ളതാണ് അല്ലേ? ദൃശ്യങ്ങൾ എന്താ പറയുന്നത്? ഇത് ആരോഗ്യമന്ത്രി ഇന്ന് മട്ടന്നൂരിൽ പങ്കെടുത്ത ചടങ്ങുമായി ബന്ധപ്പെട്ട് മട്ടന്നൂരിൽ ഏകദേശം പ്രതിഷേധം ഉണ്ടാകുന്നതിന് 3 മണിക്കൂർ മുമ്പ് കൈക്ക് 3 മണിക്കൂർ മുമ്പ് ബഹുമാനപ്പെട്ട കേരളത്തിലെ ആരോഗ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയുടെ ദൃശ്യങ്ങൾ, ഫോട്ടോസാണ് ഞാൻ ഇവിടെ കാണിച്ചത്. അങ്ങനെയെങ്കിൽ ഈ ദൃശ്യങ്ങൾ വളരെ കൃത്യമാണ്. ആരോഗ്യമന്ത്രിയുടെ കൈക്ക് 3 മണിക്കൂർ മുമ്പും പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തന്റെ കൈക്കും പെടലിക്കും ഒക്കെ പരിക്കേറ്റു എന്ന് പറയുമ്പോൾ വീണ ജോർജ് വളരെ സ്നേഹപൂർവ്വം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, സഹതാപ തരംഗം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വീണ ജോർജിന്റെ പഴയ സഹപ്രവർത്തകൻ നികേഷ് കുമാർ AKG സെന്ററിൽ ഇന്ന് കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച നാടകം പാളിയിരിക്കുന്നു, പൊളിഞ്ഞിരിക്കുന്നു എന്ന ഈ ഘട്ടത്തിൽ സ്നേഹപൂർവ്വം ശ്രീ മുഹമ്മദ് അഫ്സലിലേക്ക്. ശ്രീ മുഹമ്മദ് അഫ്സൽ, മന്ത്രി വീണ ജോർജിനെ കയ്യേറ്റം ചെയ്തു എന്നാണല്ലോ. ദൃശ്യങ്ങൾ അതിലില്ല എങ്കിൽ കൂടി, ദൃശ്യങ്ങളിൽ അത് കാണുന്നില്ല എങ്കിൽ കൂടി അവർക്ക് പിടലിക്ക് പരിക്കേറ്റിട്ടുണ്ട്, വേദനയുണ്ട് എന്നാണ്. അതുകൊണ്ടാണല്ലോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്, അതിനുള്ള ചികിത്സയും നൽകുന്നുണ്ട്. ഇതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി സമരത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും ആ സമരം അത് വലിയ പ്രതിഷേധമായിട്ട് മാറുന്നുമുണ്ട്. പക്ഷേ ഇവിടെ ഈ KSUക്കാർ ഇവരെ കയ്യേറ്റം ചെയ്തു എന്നതിന് തെളിവില്ല. അത് തന്നെയാണല്ലോ ഇപ്പോൾ പറയുന്നത്. ഇവിടെ ശ്രീ തൗഫീഖ് ഇക്കാര്യം പറയുകയുണ്ടായി. ദൃശ്യത്തിലും അങ്ങനെയില്ല. ഇവിടെ ഇന്ന് ന്യൂസ് 18 ചർച്ചയുടെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുള്ള ക്യാപ്ഷൻ തന്നെ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും മാത്രമല്ല തെറ്റായ ഒരു പ്രചരണം സമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. എന്താണ് നിങ്ങൾ നൽകിയിട്ടുള്ള ക്യാപ്ഷൻ? ഇവിടെ അഭിനയിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എന്താ അഭിനയിക്കേണ്ട കാര്യം എന്താണ് ഇവിടെയുള്ളത്? ആരോഗ്യമന്ത്രിക്ക് വീണ ജോർജിന് എന്തിന്റെ ആവശ്യമാണ് ഇവിടെ അഭിനയിക്കേണ്ടതുള്ളത്? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രശ്നമില്ല ശ്രീ അഫ്സൽ. കാരണം കയ്യേറ്റം എന്നുള്ളത് നിങ്ങൾ പറയുന്ന കാര്യമാണ്, അഭിനയം എന്നുള്ളത് പ്രതിപക്ഷം പറയുന്നതാണ്. അതുകൊണ്ട് കയ്യേറ്റമോ അഭിനയമോ എന്ന് ചോദിച്ചാൽ ഏതാണ് എന്ന് പറയൂ. അതാണ് രണ്ടുപേരുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്ഷനിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു സംശയത്തിന്റെ ഏതെങ്കിലും കണിക അവിടെ ഇല്ല എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സമരം നടത്തുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ ഞാൻ പറയട്ടെ തൗഫീഖ് പറയുമ്പോ തൗഫീഖ് ഞാൻ പറഞ്ഞോ, ഞാൻ ഒരു വാക്യം പോലും പൂർത്തീകരിച്ചിട്ടില്ല. വാക്യം പൂർത്തീകരിക്കട്ടെ, എന്നിട്ടല്ലേ വർത്താനം പറയേണ്ടത്. അതായത് ആരോഗ്യമന്ത്രിക്കെതിരെ എത്ര കാലമായി ഇവർ സമരം നടത്തുന്നു? ഏതെങ്കിലും ഘട്ടത്തിൽ ഇതാ കയ്യേറ്റം ചെയ്തു എന്ന് ആരോഗ്യമന്ത്രി പറയുന്ന നിലയുണ്ടായോ? ഇവിടെ വളരെ ആസൂത്രിതമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനകത്ത് 4 KSUക്കാർ ഒളിച്ചു നിന്നുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് പോവുകയും ആരോഗ്യമന്ത്രിയുടെ പെടലിക്ക് അടിക്കുകയും ആരോഗ്യമന്ത്രിക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടായിട്ടുള്ളത്. ആരോഗ്യമന്ത്രിക്ക് ക്യാമറയുമായിട്ട് ഇവിടെ ആരോഗ്യമന്ത്രിക്ക് ഇപ്പോ വീഡിയോ എടുത്ത് ക്യാമറ എടുത്ത് നടക്കാൻ വേണ്ടി കഴിയുമോ? ഇവിടെ ആസൂത്രിതമായിട്ടുള്ള ആക്രമണമാണ് നടന്നിട്ടുള്ളത്. എന്താ നിങ്ങൾ ഈ പറയുന്ന KSUക്കാർ ഈ പറയുന്ന ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നത് നിങ്ങളെല്ലാം ആ വീഡിയോയിൽ കാണുന്നില്ലേ? അവിടെ പോലീസും KSUക്കാരും ഒത്തുചേരുന്നത് കാണുന്നില്ലേ? ഈ പറയുന്ന വിധത്തിൽ ഈ ആക്രമിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് നിങ്ങളെ ബോധിപ്പിക്കണം എന്നാണോ പറയുന്നത്? കേരള ചരിത്രത്തിൽ ആദ്യമായ ഒരു വനിതാ മന്ത്രിയെ ആക്രമിച്ചിരിക്കുകയാണ് KSUവിന്റെ ഗുണ്ടാ സംഘം. എന്താ ഇവർ കരുതിയിരിക്കുന്നത്? ഈ നാട്ടിൽ ഈ മന്ത്രിക്കെതിരെ ആക്രമണം നടത്തി കലാപം കോപ്പൂട്ടുക എന്നുള്ളതല്ലേ? ഇവരിപ്പോ ഒരു കനകോലുവിനെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ആ കനകോലുവിനെ വെച്ച് രാഷ്ട്രീയ ക്ലച്ച് പിടിക്കാൻ സാധിക്കാതെ വരുന്ന സന്ദർഭത്തിൽ ഇവരൊരു യാത്രയൊക്കെ നടത്തി. ആ യാത്രയൊന്നും ആരും ശ്രദ്ധിക്കാതെ വരുന്നപ്പോ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുക എന്നൊരു സമീപനം സ്വീകരിക്കുന്നു. ഇങ്ങനെ മന്ത്രിയെ കയ്യേറ്റം ചെയ്തിട്ട് കനകോലവ് തന്ത്രമായിട്ട് നാട്ടിലേക്ക് വരാം എന്നാണോ നിങ്ങൾ കരുതിയത്? മന്ത്രിക്കെതിരെ പ്രതിഷേധം നടന്നു, കരിങ്കൊടി പ്രതിഷേധം നടന്നു, സന്ദേശം നൽകി പ്രവർത്തിക്കാന്നാണോ നിങ്ങൾ കരുതിയത്? മന്ത്രിൽ ഇന്ന് പ്രതിഷേധം നടന്നിട്ടുണ്ട്. മഞ്ജുഷ ഞാൻ പറയുന്ന കേൾക്ക്. ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഇവരെവിടെയെല്ലാം പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. പയ്യാവൂരിലും പെരുങ്ങോത്തും അവിടെയൊക്കെ ഇവര് പ്രതിഷേധം നടത്തിയല്ലോ. അവിടെ ഒന്നും കയ്യേറ്റം നടത്തി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി നടന്നു പോകുന്ന സമയത്ത്
3-4 KSUക്കാർ ഒളിച്ചു നിന്ന് അങ്ങോട്ടേക്ക് മന്ത്രിയുടെ അടുത്തേക്ക് പോയി കയ്യേറ്റം ചെയ്ത് മന്ത്രിയെ ആക്രമിച്ചിട്ട് ഉളുപ്പും ഉരുമയും ഇല്ലാതെ ഈ കനകോലു തന്ത്രവുമായി മുന്നോട്ട് വരാമെന്നാണോ കരുതുന്നത്? ശരി ശരി അഫ്സൽ, ശ്രീ എം എസ് വേണുഗോപാൽ അങ്ങനെയാണോ? അഫ്സൽ പറയുന്നതാണോ ശരി, അതോ തൗഫീഖ് പറയുന്നതാണോ ശരി? ഇവിടെ ആരോഗ്യമന്ത്രി ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ആരോഗ്യമന്ത്രിയുടെ കൈക്ക് പരിക്കേറ്റു, ഈ KSUവിന്റെ ആക്രമണത്തിന്റെ ഭാഗമാണ് എന്നെവിടെയാ ആരോഗ്യമന്ത്രി പറഞ്ഞത്? എന്നെവിടെയാ CPM-ന്റെ പ്രതിനിധികൾ പറഞ്ഞത്? എന്നെവിടെയാ സർക്കാരിന്റെ പ്രതിനിധികൾ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ഒരു വാർത്ത, അങ്ങനെ ഒരു സംസാരം അങ്ങനെ ഈ കൈക്ക് പരിക്കേറ്റു എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. കൈക്ക് പരിക്കേറ്റു. ഈ തൗഫീഖ് എന്ന് പറഞ്ഞ സംസാരിക്കാതിരിക്കാൻ പറയാം. ഈ തൗഫീഖിനോടൊന്ന് എന്താ അയാളെ ഇവിടെ ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരോ ബന്ധപ്പെട്ട ഒരാളും പറഞ്ഞിട്ടില്ല. ഈ കനകോലുവിന്റെ ക്യാപ്സ്യൂളുമായിട്ട് തൗഫീഖ് വരുന്ന സമയത്ത് ഇതൊക്കെ ജനങ്ങളിൽ ഏശും എന്ന് കരുതേണ്ട കാര്യമില്ല. തൗഫീഖ് ഇവിടെ ഈ കേരളത്തിന്റെ ക്രമസമാധാന പാലനം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള വർത്തമാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് വൃത്തികളും ചാനൽ മന്ത്രിക്കെതിരായി മന്ത്രിക്കെതിരെ വലിയ എന്തോ കയ്യേറ്റം നടത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ശ്രീ എം എസ് വേണുഗോപാൽ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? അതിന്റെ ദൃശ്യങ്ങൾ അല്ല മഞ്ജുഷ, ഒരു സെക്കൻഡ്. എനിക്ക് ഈ പ്രകോപനം ഉണ്ടാക്കിയെന്ന ബഹുമാനപ്പെട്ട ഇടതു പ്രതിനിധി പറഞ്ഞതിനോടാണ്. നിങ്ങൾ ആക്രമിക്കുന്ന ദൃശ്യം എടുത്തിട്ട് ഈ പറയുന്ന ക്യാമറയിൽ എടുത്തിട്ട് അങ്ങ് കൊണ്ടുതരാം. അതെല്ലാം പോലീസ് അന്വേഷിച്ചു കണ്ടെത്തും. വിളിച്ചു പറയാതെ അല്പെങ്കിലും ഉൾപ്പുണ്ടെങ്കിൽ ഇവിടെ എന്ത് വെല്ലുവിളിയെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? എന്ത് വെല്ലുവിളിയെ കുറിച്ചാണ് പറയുന്നത്? അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് മന്ത്രിയെ ആക്രമിച്ചിട്ട് വീഡിയോ എടുത്ത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കണ്ണടച്ചിലിട്ടാക്കുന്ന 24/7 CCTV നിരീക്ഷണത്തിലാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുള്ളത്. അങ്ങനെ ആരോഗ്യമന്ത്രി മർദ്ദിച്ചെങ്കിൽ ഇവിടെ അപ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് അതിലുണ്ട്. അഫ്സലിനോട് ഞാൻ ശരി ശ്രീ എം എസ് വേണുഗോപാൽ ശരി അല്ല ദയവായി അല്ലല്ല തൗഫീഖ് നിർത്തോ. അല്ല വെല്ലുവിളിയുടെ സമയമല്ല. അപ്പൊ വന്നിരുന്ന് പച്ചക്കള്ളം വിളിച്ചു പറയരുത്. അഫ്സൽ ഒന്ന് നിർത്തണേ. ആ പാട് അതാണ് തൗഫീഖ്. നിന്റെ കനകോലു തന്ത്രം പൊളിഞ്ഞു എന്ന് പറയുന്നത് അതാണ്. നിന്റെ കനകോലു പറയുന്നതാണ്. കൈക്ക് പരിക്കേറ്റു ഒരു നേതാവും പറഞ്ഞിട്ടില്ല. ഇവിടെ ദയവായി ഈ സംഭവം അതിദാരുണമാണ്, വളരെ വിഷമം ഉണ്ടാക്കുന്നതുമാണ്. ഒരു വനിതാ മന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ CCTV ഫുട്ടേജ് അടക്കം നമ്മളിപ്പോൾ കണ്ട വിഷ്വൽസ് അടക്കം നമ്മളെ ബോധ്യമാക്കുന്നത് ഒരു 3 KSU പ്രവർത്തകർ ആ വേദിയിലേക്ക് അങ്ങോട്ട് കടന്നു വരുന്നു. ഒരു 10-15 പോലീസുകാരെങ്കിലും മിനിമം അവിടെയുണ്ട്. അവർ മന്ത്രിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇവരെ തള്ളി ഈ പ്രക്ഷോഭക്കാരെ തള്ളി മാറ്റുന്നുമുണ്ട്. ഈ തള്ളിമാറ്റൽ നടന്നു കഴിഞ്ഞ് തിരിച്ച് പിന്നെ മന്ത്രിയാണ് ആക്രോശിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ പോലീസുകാർ വീണ്ടും മന്ത്രിയെ അങ്ങോട്ട് പോകാതിരിക്കാനായിട്ട് തടുക്കുന്നത് കാണാം. ഒരു പോലീസുകാരൻ മന്ത്രിയുടെ ഷോൾഡറിൽ വരെ പിടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു. വനിതയല്ല, പുരുഷ പോലീസുകാരൻ മന്ത്രിയുടെ ഷോൾഡറിൽ വരെ പിടിക്കുന്നത് ഞാൻ കണ്ടു, അവരെ തടുത്തു നിർത്താനായിട്ട്. അപ്പോൾ ഇതിൻ്റെ വ്യക്തമായ ചിത്രം കിട്ടണമെങ്കിൽ അവിടെ ഒരു CCTV നമുക്ക് ഈ നിങ്ങളുടെ വിഷ്വൽസിലൊക്കെ കാണാം. ഒരു CCTV അവിടെ വ്യക്തമായിട്ടുണ്ട് ആ ലോബിയിൽ, കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷനിലെ ലോബിയിൽ. അത് നോക്കിക്കഴിഞ്ഞാൽ, അതെടുത്തു കഴിഞ്ഞാൽ കൃത്യമായ തെളിവ് കിട്ടുന്നതാണ്. കാരണം അത് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു CCTV ആണ്. തീർച്ചയായിട്ടും അവിടെ നാളെ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ അറിയാൻ കഴിയുന്നതാണ്. അപ്പം നമ്മളിവിടെ കണ്ടത് KSU പ്രവർത്തകർ എന്ന് പറയുന്നില്ല, ഒരു 3 പേരേ ഉള്ളൂ ഇതിനകത്ത്. ഞാൻ കണ്ടത് ഒരു 3 പേരെ മാത്രമാണ് മുന്നോട്ട് കയറി വരുന്നത്. 10-15 പോലീസുകാർ അവരെ തള്ളി മാറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പുറത്ത് നിൽക്കുന്ന മന്ത്രി വീണ ജോർജിനെ പോലീസ് വലയം വെച്ചിട്ടുണ്ട്. മന്ത്രി അതിനകത്തുനിന്ന് പുറത്തു ചാടാനായിട്ട് ബഹളം വെക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധം കാരണമാണ് മന്ത്രിക്ക് പരിക്കേറ്റത്. കാരണം ആ പ്രതിഷേധം നടക്കുമ്പോൾ അവിടെ ഉണ്ടായ പിടിവലി, അതിനിടയ്ക്ക് പിടിവലിക്കിടയ്ക്ക് പരിക്കേറ്റു. അത് എവിടെ നിന്ന് കാരണമായിട്ടുള്ളത് കരിങ്കൊടി പ്രതിഷേധം തന്നെയാണ്. തീർച്ചയായിട്ടും അതിനകത്ത് വന്നിരിക്കുന്ന പ്രശ്നം എനിക്ക് തോന്നുന്നത് ഈ പോലീസുകാർ ഇതിനിടയ്ക്ക് ഒന്നും തള്ളും നടക്കുന്നതിനിടയ്ക്ക് ആരുടെയെങ്കിലും കൈ തട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. എനിക്കിതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ VS മന്ത്രിയായിരിക്കും 4 സെക്യൂരിറ്റിക്കാർ ഇതുപോലെ കയറി പോകുന്ന ഒരു സമയത്ത്
മുഖ്യമന്ത്രിക്ക് കയറുന്ന ഒരു വാതിലുണ്ട്. അപ്പം ഞാൻ ആദ്യം പേഴ്സണൽ സ്റ്റാഫിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി കയറിയ സമയമാണ്. ആ വാതിൽ കൂടെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ മാത്രമേ കയറാവൂന്ന് എനിക്കറിയില്ലായിരുന്നു. ആ വാതിൽ കൂടെ കയറാൻ പോയപ്പം ആ ബ്ലാക്ക് ക്യാറ്റിൽ ഒരാൾ ഇതുപോലെ തള്ളിയത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൊങ്ങയുടെ നേരെയാണ് വന്നത്. ഞാൻ അന്ന് കൈകൊണ്ട് തടുത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ കഴുത്തിന് സാരമായ പരിക്ക് പറ്റിയേനെ. കാരണം ഇവരുടെ ശക്തി ഭയങ്കരമാണ്. ഈ ഫോഴ്സിലുള്ള തള്ള് നമുക്ക് സാധാരണ ഇതിൽ അന്ന് എനിക്ക് 45 വയസ്സേ ഉള്ളൂ. ഞാൻ എന്തായാലും തടുത്തു, അതുകൊണ്ട് എനിക്ക് വലിയ പരിക്കേറ്റില്ല. ഞാൻ ഒരുപാട് അയാളുടെ ദേഷ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞത്, സെക്യൂരിറ്റി ആൾ പറഞ്ഞതാണിത്, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ അങ്ങോട്ട് ആര് തള്ളി കയറിയാലും ഞങ്ങൾ തട്ടും. അതുപോലെ മന്ത്രിയുടെ സുരക്ഷയ്ക്കായിട്ട് ഇവർ ചെയ്ത ഏതെങ്കിലും ഒരു ആക്ഷൻ മന്ത്രിക്ക് ദോഷകരമായി വന്നിട്ടുണ്ടോ എന്നും കൂടി പരിശോധിക്കേണ്ടതാണ്. എന്തായാലും KSUക്കാർക്ക് അതിനപ്പുറം മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എന്തായാലും അവിടെ നടന്ന ഉന്തും തള്ളിലും മന്ത്രി കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മന്ത്രിക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും പരിക്ക് പറ്റി കാണും, ഇല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സാഹചര്യം ഉണ്ടാക്കിയത് KSUക്കാരാണ്. ഒരു വനിതാ മന്ത്രിയെ ഈ രീതിയിൽ അവർക്കെതിരെ പ്രതിഷേധം നടത്തണോ എന്നുള്ള കാര്യം കൂടി അത് പറഞ്ഞൊരു കാര്യമില്ല. പണ്ട് പിന്നെ ഉമ്മൻചാണ്ടി 2013 സോളാർ കേസിന് വേണ്ടിയിട്ട് രാജിവെക്കാനായിട്ട് നിർബന്ധിച്ചുകൊണ്ട് കണ്ണൂർ ഒരു കലാപം നടന്നില്ലേ? അന്ന് അദ്ദേഹത്തിന്റെ കാറിന്റെ ചില്ല് എറിഞ്ഞ് തകർത്ത് അദ്ദേഹത്തിന്റെ നെറ്റിയുടെ 2 സൈഡിലും മൂക്കിന്റെ സൈഡിലും ഒക്കെ മുറിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹം അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യമുണ്ട്, സംസ്ഥാനത്ത് ഒരിടത്തും നടത്തരുത്, പ്രതിഷേധം നടത്തരുത്. അങ്ങനെ ഒരു കാര്യം പറയുവാൻ മുഖ്യമന്ത്രിക്കും കഴിഞ്ഞിട്ടില്ല, ശ്രീ MV ഗോവിന്ദനും കഴിഞ്ഞിട്ടില്ല. ശ്രീ M ജയചന്ദ്രൻ, എന്തായാലും മന്ത്രിയെ തടയുകയും മന്ത്രിക്ക് ഇങ്ങനെ പരിക്കേൽക്കാൻ ഇടയായ സാഹചര്യവും അതെന്തായാലും അപലപിക്കേണ്ടത് തന്നെയാണ്. അത് മോശമായി പോയി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഈ പറയുന്ന നറേറ്റീവ് ഒക്കെ അതിനുശേഷം നടന്നത്, ഇതിനെതിരെ വലിയ ശക്തമായ പ്രതിഷേധം വേണം, മന്ത്രിയെ വകവരുത്താനായിരുന്നു ശ്രമം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് തള്ളിവിടേണ്ടതുണ്ടോ ഈ സമയത്ത്? അല്ല, ഇത് മഞ്ജുഷ് ഇതിനെ നരേറ്റീവ് എന്ന് പറയുന്നതിനോട് ഞാൻ ശക്തമായി വിയോജിക്കുന്നു. നരേറ്റീവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നതാണല്ലോ. ഇവിടെ ഞാൻ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകൾ ആദ്യം ക്ലിപ്പിംഗ്സോടെ കാണിച്ചല്ലോ, ഞാൻ അത് തന്നെ മുഖവിലേക്ക് എടുക്കുന്നു. മഞ്ജുഷേ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഹലോ. ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ തന്നെ ഇക്കാര്യത്തിൽ മുഖവിലേക്ക് എടുക്കുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? 4 KSUക്കാരും 35 പോലീസുകാരും. അത് ഞാൻ മുഖവിലേക്ക് എടുക്കുകയാണ്. 4 KSUകാരാണ്. KSUവിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും 3 പേരും. തൗഫീഖ് അത് അങ്ങനെ തന്നെ വ്യക്തമാക്കിയല്ലോ. ഈ ജില്ലാ പ്രസിഡന്റിന്റെ പേര് ഉൾപ്പെടെ തൗഫീഖ് പറഞ്ഞിരുന്നു. അപ്പൊ ഈ 4 പേരാണ് കക്ഷികൾ. 35 പോലീസുകാരെന്നുള്ളത് അതിശോക്തി ഉണ്ടാവാം, ഇരിക്കട്ടെ, പിന്നെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഞാൻ അത് തന്നെ വെക്കുന്നു. പക്ഷെ എന്തിനാണ് ഈ ഇവരവിടെ ചെല്ലുന്നത്? എന്തിനാണ്? KSUവിനെ കണ്ണൂരിലെ ആകപ്പാടെ 4 പേരെ ഉള്ളോ? അല്ലല്ലോ. നമ്മള് ഇവരുടെ പ്രതിഷേധങ്ങൾ ഒരുപാട് കണ്ടല്ലോ, കണ്ണൂരിൽ, കേരളത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും. അപ്പോ ഇതിനൊരു വ്യക്തമായൊരു പദ്ധതി, വ്യക്തമായ ഷെഡ്യൂളുണ്ട്. ഇന്നത്തെ വീണ ജോർജിനെതിരെയുള്ള നടന്നു, നമ്മളിപ്പോ നിങ്ങൾ കാണിച്ച ക്ലിപ്പിംഗ്സ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു ഷെഡ്യൂളുണ്ട്. എന്താണ് ഷെഡ്യൂളിന്റെ ഉള്ളടക്കം എന്ന് കാണുന്ന ആർക്കും, ഒരു അനലിറ്റിക്കൽ ഈ വ്യൂ പോയിന്റ് ഉള്ള ആർക്കും അത് ഒരു സംശയവുമില്ലാതെ മനസ്സിലാവും. തൗഫീഖിനൊക്കെ ഏറ്റവും നന്നായി മനസ്സിലാവുന്ന ആൾക്കാരാണ്, എനിക്കറിയാമല്ലോ തൗഫീഖിന്. പക്ഷെ അത് പറയാൻ കഴിയില്ല, രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, അത് മറ്റൊരു കാര്യം. ഇവിടെ ഈ 4 പേർക്ക് എന്ത് ചെയ്യാനാണ് അങ്ങോട്ട് ചെന്നാൽ? സ്വാഭാവികമായ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, പിന്നെ അവിടെ കാണിച്ചത് എന്തായിരുന്നു? ന്യൂസ് 18ന്റെ വോയിസ് ക്ലിപ്പിൽ തന്നെ, ഓഡിയോ ക്ലിപ്പിൽ തന്നെ കാണിച്ചത് എന്തായിരുന്നു? ഓഡിയോ വീഡിയോ രണ്ടും കൂടെ ചേർന്നു. വീണ ജോർജ് പറയുന്നു, ആരോടാണ് പറയുന്നത്? CM-നോടാണ് ഫോണിൽ കൂടെ സംസാരിക്കുന്നത്. എന്റെ കഴുത്തിന് കുഴപ്പമുണ്ട്, ഭയങ്കര വേദനയുണ്ട്, ഇതാണ് പറയുന്നത്. അവരുടെ കയ്യിലെ മുറിവിന്റെ ഒരൊറ്റ അക്ഷരം പോലും അവര് CM-നോട് സംസാരിക്കുന്നില്ല. നമ്മൾ കേൾക്കുകയല്ലേ ഇത്? അപ്പൊ എന്നാൽ തൗഫീഖ് പിന്നെ എന്തിനാണ് വെറുതെ അവർക്കിടന്ന് ഞാടുന്നത്? അവരുടെ കൈക്ക് മുറിവ് പറ്റി എന്താണ് ഇല്ലാതെ പോകുന്നത്? 3 മണിക്കൂർ ഉണ്ടായത് എന്തിനാ തൗഫീഖ് ഇങ്ങനെയൊക്കെ വെറുതെ സ്വയം വില കളയുന്നത്? ഇത് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിൽ അത്ര ഒരു പരാമർശമില്ല. കഴുത്തിന് പരിക്ക് പറ്റിയെന്നാണ് പറഞ്ഞത്. വീണ ജോർജ് പറയും എനിക്ക് കഴുത്തിനാണ് പ്രശ്നം എന്ന് അവർ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. ഇത് രണ്ടും കഴിഞ്ഞിട്ട് ചർച്ചയിൽ ഇരുന്ന് തൗഫീഖ് പറയുകയാണ് അവരുടെ എന്താണ് കയ്യിലെ പരിക്കിന്റെ പ്രശ്നം പറയാത്തതെന്ന്. അങ്ങനെ പോകരുത്, അങ്ങനെയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാവാം, പക്ഷെ ഇത് ഞാൻ പറയുക മഞ്ജുഷെ, ഇന്ന് കാണിച്ചത് KSUകാർക്ക് തമ്മാടിത്തരമാണ്. അതിനാൽ മറ്റൊരു വാക്കും യോജ്യമേ അല്ല, അനുയോജിക്കുന്ന മറ്റൊരു പദവുമില്ല.
അത്തമ്മാടിത്തരമാണ്, സംശയമൊന്നും വേണ്ട. തൗഫീഖിന് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. ഇതിന് ഉമ്മൻചാണ്ടിയുടെ 2003 ഒക്ടോബർ 27 കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിൽ നടന്ന പ്രതിഷേധ സമരമാണെന്നും അതിന്റെ താരതമ്യപ്പെടുത്തുന്നത് മറ്റ് കോടതിയാണ്. ചർച്ച ചെയ്യണമെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. എന്തുകൊണ്ടാണ് പ്രതിഷേധം ഉണ്ടായത്, എന്തായിരുന്നു അതിന്റെ കാരണം, എത്ര പേർക്ക് എന്തായാലും 2024 കേസിന് വന്ന വിധി, അതൊക്കെ ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. താല്പര്യമുള്ള സമയം മഞ്ജുഷ തന്നാൽ മതി. അതുകൊണ്ട് ഞാൻ ഇത്ര സൂചിപ്പിക്കുന്നുള്ളൂ. അങ്ങനെയൊന്നും പറഞ്ഞു പോകുന്നു. ഇതിൻ്റെ അകത്ത് റീത്ത് വെച്ചത് ആരുടെ നേരെയായിരുന്നു? ആരുടെ വസതിക്ക് മുമ്പിലാണ് റീത്ത് കൊണ്ടുവച്ചത്? അപ്പൊ അവര് വീണാ ജോർജ് എന്ന ആരോഗ്യമന്ത്രി ടാർഗറ്റഡ് ആണ് എന്ന് തെളിയിച്ചവരാരാണ്? ഈ UDF-ഉം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUം ഒക്കെ തന്നെ ശരി ശ്രീ എം ജയചന്ദ്രൻ, ശ്രീ തൗഫീഖ് അതിനുള്ള മറുപടി ഒരു ടാർഗറ്റ് ആക്കി എടുത്തിരിക്കുകയാണ് ആരോഗ്യമന്ത്രിയെ. അതുകൊണ്ടൊരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുവാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമം നടന്നു എന്നുള്ളതാണ്. അത് 2 പേരാണോ 3 പേരാണോ എന്നുള്ളതല്ല. അങ്ങനെ ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്നു, അത് നടക്കുകയും ചെയ്തു. തൗഫീഖ് അല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കണം. തൗഫീഖ് ഒരു സെക്കൻഡ് നിൽക്കേ. മഞ്ജുഷേ, ഈ നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് കേട്ടു വനിതാ മന്ത്രി. അങ്ങനെ ഈ കേരളീയ പൊതുസമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു വക്രീകരണമാണ് വനിതാ പുരുഷനുള്ള ആ ഒരു സംഗതി. വേണ്ടത് അവരൊരു വ്യക്തിയാണെന്നേ, ഒരു വ്യക്തിയായിട്ട് മാത്രം കണ്ടാൽ മതി. നിങ്ങൾ വനിതാ മന്ത്രിക്ക് പ്രത്യേക പ്രിവിലേജ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടല്ലോ. ഒരു MLA-ക്കും വനിത ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടോ? റൂൾ ബുക്കിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അവരൊരു വ്യക്തിയായിട്ട് മാത്രം കാണുക. അങ്ങനെ വ്യക്തിയായിട്ട് കാണാൻ പഠിക്കാത്തതുകൊണ്ടാണ് വനിതാ മന്ത്രി ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. അങ്ങനെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടെ മാധ്യമങ്ങൾക്കുണ്ട് എന്നാണ് എന്റെ ഈ ഒരു ചർച്ചയിൽ മുമ്പോട്ട് വെക്കാൻ ഒരു സജഷൻ. ഇനി പറഞ്ഞോളൂ. ശരി ശ്രീ തൗഫീഖ്. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഏതായാലും ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാറും അതിനു മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട നിരീക്ഷണം അടക്കമുള്ള ആളുകൾ അവരുടേതായ വെർഷൻ അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ അതിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇവിടെ എന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, എനിക്ക് മുമ്പ് സംസാരിച്ച നിരീക്ഷണം അടക്കം സമാനമായ അഭിപ്രായം പങ്കുവച്ചു. 24/7 ഇവിടെ മന്ത്രിയെ ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ, KSU പ്രവർത്തകർ അത്തരത്തിൽ ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ, ഞാൻ KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, ആദ്യ വിഭാഗത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ പറയുന്നു. അത്തരത്തിൽ മന്ത്രിയെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കുന്നത് എങ്ങനെയാ? സ്വാഭാവികമായിട്ടും അവരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിലാണ്. ഇവിടെ അഭിനയ നാടകം കളിച്ചു, മന്ത്രി അഭിനയ നാടകം കളിച്ചതിന്റെ പേരിൽ KSU പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാനോ ഇല്ലെങ്കിൽ അവരെ പ്രതികൂട്ടിൽ നിർത്താനോ ഞങ്ങൾ തയ്യാറല്ല. കാരണം 4ഓളം KSU പ്രവർത്തകർ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, 30ഓളം അല്ലെങ്കിൽ 40ഓളം പോലീസുകാരെ മറികടന്ന് ചെന്ന് അവിടെ ആരോഗ്യമന്ത്രി മർദ്ദിച്ചു എന്നൊക്കെ പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ആരും അത് വിശ്വസിക്കില്ല എന്ന് വളരെ സ്നേഹപൂർവ്വം സൂചിപ്പിക്കാനായി ആഗ്രഹിക്കുന്നു. ഇവിടെ മഞ്ജുഷേ, ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിയിൽ ഒരു ചോദ്യം ഉൾപ്പെടുത്തണം. എന്താണ് ആ ചോദ്യം എന്നറിയോ? കേരളം കണ്ട ഏറ്റവും മോശം ആരോഗ്യമന്ത്രി ആര് എന്നുള്ളതായിരിക്കും ആ ചോദ്യം. അതിനോടൊപ്പം അത് ആരുടെ മന്ത്രിസഭയുടെ കാലത്തും എന്നുകൂടി ചോദിക്കണം. അതിന് ഉത്തരം വീണാ ജോർജ് എന്നും ബഹുമാനപ്പെട്ട പിണറായി വിജയൻ എന്നും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. ഇവിടെ ഗവൺമെന്റ് ആശുപത്രികൾ നമുക്കറിയാമല്ലോ, ഈ ആരോഗ്യ വകുപ്പിന്റെ കഴിഞ്ഞ കുറെ കാലത്തെ ഇടപെടലുകൾ. ഗവൺമെന്റ് ആശുപത്രിയിൽ കടുത്ത പനിയും മറ്റുമായി ചെല്ലുന്ന രോഗികൾക്ക് മുഖം നോക്കാതെ മരുന്ന് കുടിക്കുന്ന ആരോഗ്യ വകുപ്പ്, അവരെ അഡ്മിറ്റ് ആക്കാതെ തിരികെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന ആരോഗ്യ വകുപ്പ്. ഇവിടെ എങ്ങനെയാണ് പരിക്കേൽക്കാത്ത മന്ത്രി വീണാ ജോർജിനെ, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണാ ജോർജിനെ അഡ്മിറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത്ഭുതം എന്നല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല എന്ന് മാത്രം ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കട്ടെ. ഇവിടെ ഞാൻ മുൻപ് സൂചിപ്പിച്ചു 24/7 ഇവിടെ ഏതെങ്കിലും തരത്തിൽ അവിടെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ സ്വാഭാവിക CCTV ദൃശ്യങ്ങൾ ആർക്കും കട്ട് ചെയ്ത് മാറ്റാൻ കഴിയുന്നൊന്നും അല്ലല്ലോ. അവിടെ ഏതായാലും ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ടു എന്നൊന്നും പറയാനും സാധിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ, ആ CCTV ദൃശ്യങ്ങൾ ഇപ്പോഴും റെയിൽവേയുടെ സർവൈലൻസിലുള്ള റെയിൽവേയുടെ നിരീക്ഷണത്തിലുള്ള CCTV പ്രവർത്തിക്കുന്നു. റെയിൽവേ സ്റ്റേഷന്റെ അകത്താണ് പ്രതിഷേധം ഉണ്ടായത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഈ CCTV നിരീക്ഷണമുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ പുറത്ത് വിട്ടിട്ട് സംസാരിക്കട്ടെ. അല്ലാതെ ഒരു ഇലക്ഷൻ അടുക്കുമ്പോ ആറന്മുളയിൽ അടക്കം ആരോഗ്യമന്ത്രി വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുമെന്ന വളരെ കൃത്യവും വ്യക്തമായ ബോധ്യമുള്ള, അപ്പോ കേരളത്തിൽ ഇടത് സർക്കാർ പ്രതികൂട്ടിലാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ കഴിഞ്ഞ 9.5 വർഷക്കാലം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന സമസ്ത മേഖലകളും തച്ചു തകർത്തോട് സർക്കാരിനോട് ജനങ്ങൾ കടക്ക് പുറത്ത് എന്ന് പറയും എന്ന വളരെ കൃത്യമായി കാരണഭൂതൻ സർക്കാരിന് മനസ്സിലായപ്പോ ഇവിടെ ആരോഗ്യമന്ത്രിക്ക് എങ്ങനെയെങ്കിലും സിമ്പതി ഉണ്ടാക്കുക, ആരോഗ്യമന്ത്രിക്ക് എങ്ങനെയെങ്കിലും ഒരു സഹതാപതരംഗം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇന്ന് നടപ്പാക്കിയ ഇല്ലെങ്കിൽ ഇന്ന് അരങ്ങേറിയ നാടകം വില പോവില്ല കേരളത്തിന്റെ മണ്ണിൽ എന്ന് ഞാൻ സ്നേഹപൂർവ്വം സൂചിപ്പിക്കട്ടെ. കേരളത്തിലെ ആളുകൾ ഉയർന്ന ജനാധിപത്യ ബോധ്യമുള്ള ആളുകളാണ്.
ന്യൂസ് 18 അടക്കം ഇന്ന് പുറത്തുവിട്ട ദൃശ്യങ്ങളുണ്ടല്ലോ, ഞാനടക്കം ഇവിടെ കാണിച്ച ദൃശ്യങ്ങളുണ്ടല്ലോ, സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം KSU അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. KSU അധ്യക്ഷൻ ആ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇന്ന് പക്ഷേ മറ്റേ കൈക്ക് പരിക്കേറ്റ സംഭവം അത് നിങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമായി പോയില്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ല, കൈക്ക് പരിക്കിന്റെ കാര്യം മന്ത്രി പറഞ്ഞിട്ടില്ല. എന്റെ മഞ്ജുഷേ, കൈക്കായാലും കൊള്ളാം, കഴുത്തിനായാലും കൊള്ളാം, അങ്ങനെ ഒരു പരിക്കും ഈ ആരോഗ്യമന്ത്രിക്ക് സംഭവിച്ചിട്ടില്ലെന്നേ. ഒരു പരിക്കും സംഭവിച്ചിട്ടില്ല. അങ്ങനെ പരിക്കേൽക്കാത്ത ഒരു ആരോഗ്യമന്ത്രിയെ പരിക്കേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കൊണ്ടുപോയത് എവിടെയാണ് കൊണ്ടുപോയത്? അംഗീകരിക്ക്. ഇല്ലാത്ത കനകോലിന്റെ ക്യാപ്സ്യൂളായിട്ട് വന്നിട്ട് ഇവിടെ എന്തും അങ്ങ് ബദലിപ്പിക്കാന്ന് കരുതിയ നാട്ടിലെ ആളുകളെല്ലാം സംവിധാനം ചെയ്ത് നിർവഹിച്ച ഒരു നാടകമാണ് ഇന്ന് പൊളിഞ്ഞു വീണത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. ഏതായാലും ഇവിടെ അഫ്സൽ ഇത്ര ആർജവത്തോടു കൂടി സംസാരിക്കുന്നല്ലോ. അഫ്സലിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ആർജവം ഉണ്ടെങ്കിൽ അഫ്സൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ മർദ്ദിച്ചു എന്ന 101 വട്ടം കള്ളം പറഞ്ഞാൽ അത് സത്യമാവില്ല. നിങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്ന് വിവരാവകാശ നിയമമെങ്കിൽ വിവരാവകാശ നിയമം അത് ഉപയോഗിച്ചുകൊണ്ട് ആ റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ദൃശ്യങ്ങൾ നിങ്ങൾ കൈവശം വാങ്ങണം. അഫ്സൽ ഒരു പ്രശ്നമുള്ളത് ഇതിനല്ല പ്രതിഷേധം നടന്നുവെന്ന കാലല്ല തൗഫീഖ്, ഞാൻ പറയാം. അഫ്സൽ പ്രതിഷേധം നടന്നു എന്നുള്ള കാര്യം ശരിയാണ്. യൂത്ത് കോൺഗ്രസുകാർ അവർ മറഞ്ഞിരുന്ന കരിങ്കൊടിയുമായി മന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തു. പക്ഷേ നിങ്ങൾക്ക് തെറ്റുപറ്റിയത് അവിടെ യൂത്ത് കോൺഗ്രസുകാർ മർദ്ദിച്ചു എന്ന് പറഞ്ഞതാണ്. മന്ത്രി പോലും അങ്ങനെ യൂത്ത് കോൺഗ്രസുകാർ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അവർക്ക് പെടലിലേക്ക് കഴുത്തിന് വേദനയുണ്ട് എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രിയും അങ്ങനെ നിർദ്ദേശം കൊടുക്കുന്നു ആശുപത്രിയിൽ പോകാൻ. ഷംസീർ സ്പീക്കറും പറയുന്നു അഡ്മിഷൻ എടുക്കുകയാണ് നല്ലത്, ആശുപത്രിയിലേക്ക് പോകാം എന്ന്. അതല്ലാതെ മന്ത്രി പോലും അത് പറയുന്നില്ല യൂത്ത് കോൺഗ്രസുകാർ മർദ്ദിച്ച കാര്യം. പക്ഷെ നിങ്ങൾ അതിനെ വലുതാക്കി കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അല്ല, കയ്യേറ്റ ശ്രമമല്ലേ മഞ്ജുഷേ, സംഘർഷത്തിന് ശ്രമിക്കുകയല്ലേ ചെയ്തത്? അത് സംഭവിച്ചു. ശരി അഫ്സൽ. മഞ്ജുഷേ, ഇവിടെ ഈ ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റ സന്ദർഭത്തിൽ ജില്ലാ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയ ആളാണ് ഞാൻ. അവർക്ക് എവിടെയാണ് പരിക്ക് പറ്റിയത്, അവരെന്താണ് പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനകത്ത് ഒളിഞ്ഞിരുന്നു കൊണ്ട് മന്ത്രിയെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് KSUക്കാർ മുന്നോട്ട് വന്നത്. അതിനിടയിലാണ് ഈ പറയുന്ന മന്ത്രിക്ക് പരിക്കേറ്റത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം മന്ത്രിന്റെ കഴുത്തിനാണ് പരിക്കേറ്റതെന്നുള്ളത് പരസ്യമായി മന്ത്രി വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ എന്താ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? മന്ത്രിന്റെ ഏതോ ഒരു ചാനലിലെ ഒരു വീഡിയോ ഈ കൈക്ക് പരിക്കേറ്റു എന്നതിനെ സംബന്ധിച്ച് വാർത്ത കൊടുത്തത് ഇങ്ങനെ ഒരു നേരത്തെയുള്ള ഫോട്ടോയിൽ ഇങ്ങനെ ഒരു മുറിവുണ്ടായിരുന്നു, ആ ഫോട്ടോ കാണിച്ചിട്ടാണ് ഇവരിങ്ങനെ പ്രചരണം നടത്തുന്നത് പറഞ്ഞിട്ട് കനകോല് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ക്യാപ്സ്യൂളായിട്ട് ഈ തൗഫീഖിനെ പോലത്തെ കുറെ ആൾ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് ശുദ്ധ അസംബന്ധമായ കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ പറയട്ടെ തൗഫീഖെ, ഞാൻ പറഞ്ഞതിന് ശേഷം ഇനി പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ ഇവിടെ ആരോഗ്യമന്ത്രിക്കെതിരെ ഇവരിങ്ങനെ വല്ലാതെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുകയാണ്. എന്താണ് ഈ തൗഫീഖ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ കാലയളവിൽ 12,63,23,933 പേർ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ചികിത്സ നേടി എന്നതിനെ സംബന്ധിച്ചുള്ള കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ആരോഗ്യമന്ത്രി ഈ കേരളത്തിൽ ഉണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങൾ ആരാ ജില്ലാ ആശുപത്രിയിൽ കാത്ത് ലാബ് കൊണ്ടുവന്നത്? ആരാ ഈ ഫാമിലി ഹെൽത്ത് സെന്റർ ഇത്ര വ്യാപകമായി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത്? ആരാ 8,500-ൽ പരം കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്? ഇവിടെ ആരോഗ്യ മേഖലയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ തൗഫീഖിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടാവുമല്ലോ, മൊബൈലിൽ ഈ മറ്റേ ജെമിനി ആപ്പോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ഈ ലോകത്ത് ഏറ്റവും കുറവ് ശിശുമരണ നിരക്കുള്ള പ്രദേശം ഏത് എന്നുള്ളത് അവിടെ ഉത്തരായി കിട്ടുക തൗഫീഖ് ഏതാണെന്നറിയോ? കേരളാണ്. കാലാകാലങ്ങളിൽ ആരോഗ്യരംഗത്തുണ്ടായ വികസനമാണ്, കാലാകാലങ്ങളിലുണ്ടായ വികസനമാണ് ശ്രീ അഫ്സൽ. അത് ഈ 10 വർഷത്തെ വികസനമൊന്നുമല്ല. അത് മാത്രമല്ല, വയറ്റിൽ കത്തിരിക വെച്ച് മറന്നു പോകുന്നതൊക്കെ അതിനെയൊക്കെ ന്യായീകരിക്കാൻ വരുന്നത് അതാണ് ഇപ്പോഴത്തെ പ്രതിഷേധത്തിന് കാരണം. അതാണ് സിസ്റ്റത്തിന്റെ എററായിട്ട് വന്നിരിക്കുന്നത്. നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന സമയമല്ല ഇത്. അതിന് കാരണം അതിനേക്കാൾ വലിയ കാര്യങ്ങൾ സംഭവിച്ചു. അതുകൊണ്ടാണ് താങ്കൾ അതിൽ നിന്ന് കേരളത്തിലെ വികസനത്തെ അംഗീകരിക്കാതെ പോകുന്നത്.
ഇന്ന് എന്ത് ശ്രദ്ധ തിരിച്ചു പോകുന്നു എന്നാ പറയുന്നത്? അല്ല, വയറ്റിൽ കത്രിക വെച്ച് മറന്നു പോകുന്ന സംഭവം ഉണ്ടല്ലോ, അതിനെയൊക്കെ നിങ്ങൾ ലഘൂകരിക്കരുത്. അതാണ് ഈ പ്രതിഷേധത്തിന് കാരണമായിട്ട് വന്നിട്ടുള്ളത്. അതായത് മഞ്ജുഷേ, ഇവിടെ ഈ പറയുന്ന ലോകാരോഗ്യ സംഘടനയുടെ തന്നെ കണക്ക് പ്രകാരം ഈ പറയുന്ന പിഴവുകൾ സംഭവിക്കുന്നതിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. എന്നാലും ഇതുപോലുള്ള പിഴവുകൾ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. പിഴവുകൾ വരുത്തിയ ആളുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒരു ഘട്ടത്തിലും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും മികച്ച ആരോഗ്യ മേഖല ഏത് സംസ്ഥാനത്താ ഒന്ന് പറ മഞ്ജുഷു, പറ. തൗഫീഖ് എരിയത്തുണ്ടല്ലോ, അയാൾ പറ, ഏതാ ഈ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയുള്ള സംസ്ഥാനം ഏതാണ്? നിങ്ങൾ ഉത്തരം പറ. ഇവിടെ കേരളത്തിൽ മാതൃകാപരമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ്, ഈ വീണ ജോർജിന്റെ ചോര കുടിക്കാൻ എത്ര കാലമായി ഇവർ ഇറങ്ങിയിട്ട്? ഇപ്പോൾ എത്ര സമരം നമ്മൾ കണ്ടു? ഏതെങ്കിലും കരിങ്കൊടി സമരത്തിന്, ഏതെങ്കിലും പ്രതിഷേധത്തിന്, ജനാധിപത്യ സമരത്തിന് ഞങ്ങൾ എതിരാണോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ആഴ്ച റീത്തല്ലേ മന്ത്രിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്? ഈ കേരള റീത്ത് സമരമൊക്കെ ആദ്യം കൊണ്ടുവന്നത് ആരാണ്? അതിലേക്ക് എങ്ങനെയാണ് ഡിവൈഎഫ്ഐക്കുമൊക്കെ എതിർക്കാൻ കഴിയുന്നത്? കാരണം നിങ്ങൾ തന്നെ കാണിച്ചു കൊടുത്ത അതേ സമരമാർഗങ്ങൾ തന്നെയാണ് KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത്. ഈ കരിങ്കൊടി സമരവും റീത്ത് സമരവും ഒക്കെ നിങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. സമരങ്ങളെ നിങ്ങൾ അങ്ങനെ കാണരുത്. അല്ലല്ല, അങ്ങനെ സമരങ്ങളെ നിങ്ങൾ ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ കരിങ്കൊടി സമരം മഞ്ജുഷേ നമ്മൾ നടത്തിയിട്ടുണ്ട്. കരിങ്കൊടി സമരം എങ്ങനെയാ നടത്തിയത്? നമ്മളെങ്ങനെയാ നടത്തിയിട്ടുള്ളത്? നമ്മൾ പരസ്യമായി പ്രഖ്യാപിച്ച് ഒരു 100 ആളെ കൂട്ടിയിട്ടാ സമരം നടത്താറുള്ളത്. അല്ലാണ്ട് കക്കൂസിന്റെ ഉള്ളിൽ ഒളിച്ചു നിന്നിട്ട് മന്ത്രി വരുമ്പോ അങ്ങനെയൊന്നുമല്ല. അല്ലല്ലോ, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം തന്നെ എടുക്കുക. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പല കരിങ്കൊടി സമരങ്ങളും അത് ആരെയും അറിയിച്ചു ചെയ്യുന്നതുമല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ വഴിയല്ലേ ശ്രീ അഫ്സലെ? പരസ്യമായിട്ടൊന്നുമല്ല കരിങ്കൊടി പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞത് പോലെ അല്ല, ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് നിങ്ങൾ വീണ ജോർജിനെ കയ്യേറ്റം ചെയ്യാതെ പറയുവാൻ അർഹരല്ല. എന്തായാലും ഒരു ഉമ്മൻചാണ്ടിന്റെ ഈ കല്ലെറിഞ്ഞ കാര്യത്തെ ഒന്നും ഒരു ഘട്ടത്തിലും ന്യായീകരിച്ചിട്ടില്ല. അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ തന്നെ ഈ ഉമ്മൻചാണ്ടിന്റെ ഈ വിഷയത്തിനകത്ത് ശക്തമായി അപലപിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തതാണ്. ആ ഉമ്മൻചാണ്ടിനെ കല്ലെറിഞ്ഞ കേസിൽ ഞാൻ പറയട്ടെ മഞ്ജുഷെ, ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട COT നസീർ, ആ COT നസീർ ഇന്ന് ആരുടെ കൂടെയാണ്? COT നസീർ ഇന്ന് UDFന്റെ പക്ഷത്താണ്, UDFന്റെ കൂടെയാണ്. മനസ്സിലാക്കണം. ഇപ്പൊ സംശയമുണ്ട്, എന്താ ആ കാലത്ത് ഇവരെന്തെങ്കിലും ധാരണയാക്കിയിട്ടാണോ സമരം നടത്തിയെന്നുള്ളത് ആളുകൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. ഇവിടെ ഉമ്മൻചാണ്ടിക്കെതിരായാലും UDF ഗവൺമെന്റിനെതിരായും ഞങ്ങൾ സമരം നടത്തുമ്പോൾ ഞങ്ങൾ ഒരു 100 ആളെ കൂട്ടിയ സമരം മറ്റെവിടെയെങ്കിലും കരിങ്കൊടി സമരമൊക്കെ ഞങ്ങൾ പരസ്യമായിട്ടാണ് നടത്തിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ അതിൽ മുൻകൂർ ജാമ്യം നേടുന്നത്. എന്ത് വർദ്ധമാനമാണ് പറയുന്നത്? ശരി, ജനാധിപത്യ സമരത്തെ കേരളം തള്ളിപ്പറയേണ്ടതാണ്. അഫ്സലെ ഒന്ന് പറഞ്ഞോട്ടെ, ഈ കരിങ്കൊടി സമരത്തിന് ഒക്കെ നമ്മൾ ഒരിക്കലും അപലപിക്കാറില്ല. കാരണം സമരങ്ങൾ അത്യാവശ്യമാണ്. പക്ഷേ കരിങ്കൊടി സമരം മാത്രമല്ല, നമുക്ക് MER നടത്തിയ ഒരു സമരമുണ്ടല്ലോ 1994. MER തന്നെ പറയുന്നത് ഞാൻ കേട്ടതാണ്, എൻ്റെ കയ്യോ കാലോ അവന്മാരെ കൊണ്ടുപോയതിന്, അതുകൊണ്ടാണ് ഞാൻ പോലീസിനോട് വെടിവെച്ചേ പറ്റൂ എന്ന് നിർബന്ധിച്ചത് എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടതാണ്. ഒടുക്കം പോലീസുകാർ വെടിവെക്കാൻ നിർബന്ധിതരായത് അവിടെ അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോട്ടെ, അദ്ദേഹത്തിൻ്റെ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ എത്ര പാമ്പിനെ വെറും കൂട്ടിനകത്ത് അടച്ചിട്ടിരിക്കുന്ന പാമ്പിനെ വരെ ചുട്ടുകൊന്ന സംഭവങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സമരത്തിൻ്റെ മാതൃകകൾ നല്ലതും ചീത്തയും കാണിച്ചു കൊടുക്കാൻ SFIക്കും DYFIക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പാത ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ അവർ ഭരണത്തിലിരിക്കുമ്പോൾ നിങ്ങൾ, ഇത് മാറി മാറി ചെയ്ത് കേരളത്തിൽ നമുക്ക് വ്യവസായം തുടങ്ങാൻ പറ്റാത്ത അവസ്ഥ, സമാധാനമായിട്ടൊരു കാര്യം നടത്താൻ പറ്റാത്ത അവസ്ഥ, ആശുപത്രികൾ നേരെ നടക്കാൻ പറ്റാത്ത അവസ്ഥ. ആശുപത്രി ഇന്ന് കണ്ടില്ലേ ഡോക്ടർമാർ സമരം? ഈ സമരമൊക്കെ ആരാ പഠിപ്പിച്ചു കൊടുത്തേ? പണ്ടൊക്കെ ഇവിടെ ഡോക്ടർമാരാരെങ്കിലും ഇങ്ങനെ സമരം ചെയ്യുന്ന കണ്ടുണ്ടോ? ഇപ്പോൾ എല്ലാ IAS വരെ സമരം ചെയ്യാൻ തയ്യാറാണ്. IAS IPS വരെ ഇവിടെ സമരം ചെയ്യാൻ തയ്യാറാണ്. കാരണം എന്താ? നമ്മൾ പണ്ട് പഠിപ്പിച്ചു കൊടുത്ത മാതൃകകൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കൊരു പൊതു തത്വം ഇനി വേണ്ടിയിരിക്കുന്നു. അഫ്സൽ ഇവിടെ തന്നെ പറയുണ്ടായി, സംസ്ഥാന
പിന്നെ ആരോഗ്യ വകുപ്പ് വളരെ ഭംഗിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. താങ്കൾ പറയുന്നത് എന്താ, അവിടെ കൊണ്ടുവന്ന സിസ്റ്റങ്ങളെക്കുറിച്ചാണ്. പിന്നെ അവിടെ കാത്ത് ലാബ് വന്നിട്ടുണ്ടാവാം, അവിടെ AC ഓപ്പറേഷൻ തിയേറ്റർ വന്നിട്ടുണ്ടാവാം, പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ടായിരിക്കാം, അവിടെ കിടപ്പുമുറി ഉണ്ടായിരിക്കാം, ഇരിപ്പുമുറി ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ഇതെല്ലാം തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞത് നമ്മുടെ ആരോഗ്യമന്ത്രി തന്നെയാണ്. സിസ്റ്റം കംപ്ലീറ്റ്ലി ഔട്ട്, ജഗദീഷ് ശ്രീകുമാർ പറയുന്ന പോലെ പറഞ്ഞത് ഈ ആരോഗ്യമന്ത്രിയാണ്. അപ്പോൾ നമുക്ക് UN സർട്ടിഫിക്കറ്റ് ഇവിടെ കിട്ടിയിട്ടോ WHO സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടോ കാര്യമില്ല. നമ്മുടെ മന്ത്രി തന്നെയാണ് പറയുന്നത് ഈ സിസ്റ്റം കംപ്ലീറ്റ് ഫെയിലിയർ ആയിരിക്കുകയാണ്, ഇത് റീവാമ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് ഒരു വകുപ്പിലല്ല, പല വകുപ്പിൽ പലരും ഇങ്ങനെ പറയുന്ന അവസ്ഥ വരികയാണ്. അപ്പോൾ അത് നമ്മൾ പുനഃപരിശോധിക്കണം. ഇതിനോടൊപ്പം എനിക്ക് KSUക്കാരോടും പറയാനുള്ളത്, ദയവായി ഈ ഒളിച്ചു നിന്ന് ചാടി വരുന്ന പരിപാടി ചെയ്തത്. ഇത് വരുമ്പം പോലീസും ആകാന്തം വിട്ടുപോകും, എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കും അറിയാത്ത അവസ്ഥ വരും. നിങ്ങൾ നല്ല മാതൃകൾ CPMമാരെ കാണിക്കുന്നില്ല. ഒരു 100 പേരെങ്കിലും മിനിമം നിന്ന് കരിങ്കൊടി കാണിക്കുമോ എന്തെങ്കിലും കാണുമ്പോൾ പോലീസും അവിടെ തടുത്ത് നിർത്തിക്കോളും, ഇങ്ങോട്ട് കയറാൻ സമ്മതിക്കില്ല. ഇത് ഒരാളോ രണ്ടാളോ ഒളിച്ചു നിന്നിട്ട് കയറി വന്ന് പിന്നെ കരിങ്കൊടിയൊക്കെ കാണിക്കുമ്പം ഇതുപോലത്തെ പ്രശ്നങ്ങൾ വളരെ വരും. ഇതിൻ്റെ കുഴപ്പം എന്തെന്നറിയാമോ? നിങ്ങൾ നല്ല ഒരു രീതിയിൽ ഒരു സമരം കൊണ്ടുവരുന്നതിന് ഇപ്പം ഇതിൻ്റെ ഗ്യാസ് ഔട്ടാക്കാൻ CPMന് നല്ലപോലെ അറിയാം. അവരത് ഭംഗിയായിട്ട് ഉപയോഗിക്കും. മന്ത്രിയുടെ പ്രത്യേകിച്ച് ഇവിടെ വനിത എന്ന് പറയരുതെന്ന് പറഞ്ഞെങ്കിലും ഒരു വനിതാ മന്ത്രിയെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതെ, ആ നറേഷനെ അപലപിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെയുണ്ട്. സ്ത്രീകളെ നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് പറയുകയോ അവർക്കൊരു ആക്രമണത്തിൻ്റെ രീതിയിൽ അവരോട് അടുത്തേക്ക് ചെല്ലുകയോ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ പലരും പ്രതിഷേധിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ദോഷമാകുമെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. കാരണം നിങ്ങൾ കൊണ്ടുവന്ന ഒരു സമരത്തിൻ്റെ വീര്യം ഇതോടെ സ്വിച്ച് ഇടാനായിട്ട് CPMന് സാധിക്കും. ഈ അവർ ബദൽ സമരവുമായിട്ട് പറ്റും. ശ്രീ M. ജയചന്ദ്രൻ, അത് മാത്രമല്ല, പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മന്ത്രി അവിടെ ഈ KSUക്കാർക്കെതിരെ ആക്രോശിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അവിടെ പ്രതിരോധത്തിലായത് അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട പോലീസുകാരാണ്. അങ്ങനെ സംഭവമുണ്ട്. അവിടെ മന്ത്രി ആ രീതിയിൽ പ്രതികരിക്കണമായിരുന്നു. മന്ത്രി ആ രീതിയിലാണോ പ്രതികരിക്കേണ്ടിയിരുന്നത് ആ സമയം? നമ്മൾ മുമ്പ് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കാറിൽ നിന്ന് ഇറങ്ങി വന്ന SFIക്കാർക്കെതിരെ ആക്രോശിച്ചപ്പോൾ അദ്ദേഹത്തെ വിമർശിച്ചതാണ്. അത് അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾക്ക് ചെയ്യാമോ എന്നുള്ളത്. ഇവിടെ മന്ത്രിയും അങ്ങനെ ചെയ്യാമായിരുന്നു. അവർക്ക് സുരക്ഷ ഒരുക്കി അവരെ സുരക്ഷിതമായിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകുവാൻ പോലീസുകാർക്ക് അറിയാം, കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അറിയാം. അവിടെ മന്ത്രി അവരെ സഹായിക്കാതെ ഈ സമരക്കാർക്ക് നേരെ ആക്രോശിച്ച് നിന്നത് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അത് ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ? ഒരു പൊളിറ്റിക്കൽ അജിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. രാഷ്ട്രീയ സമരമാണ് KSU നടത്തുന്നതെങ്കിൽ യൂത്ത് കോൺഗ്രസോ UDF കോൺഗ്രസോ നടത്തുന്നത് മനസ്സിലാക്കാം. ഇതങ്ങനെയല്ലല്ലോ. ഇത് പിന്നെ ഈ ഒളിപ്പോര് പോലെ കടന്നു വരികയല്ലേ. അതിൻ്റെ അകത്ത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഒരു പ്രശ്നമില്ല മഞ്ജുഷ. അവരതിന് ട്രെയിൻഡ് ആണ്, വെൽ ട്രെയിൻഡ് ആണ് ഉദ്യോഗസ്ഥന്മാരെല്ലാം, അവർക്കതൊന്നും പ്രശ്നമില്ല. പക്ഷെ താങ്കൾ പറഞ്ഞ ഒരു കാര്യം മഞ്ജുഷ, നടക്കുമ്പോഴേ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിക്കുന്നില്ലായിരുന്നു. അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അവർ ആഘോഷിക്കുകയായിരുന്നു. അന്വേഷണം നടക്കുകയാണല്ലോ. ഇപ്പൊ ഈ CCTV വേണമെന്നൊക്കെ തൗഫീഖ് രാജൻ പറഞ്ഞത്, CCTVയും ഫുട്ടേജസും ഒന്നും അല്ല തെളിവിന്റെ അടിസ്ഥാന പ്രമാണം. സുപ്രീം കോടതി അടുത്ത കാലത്ത് ഉൾപ്പെടെ എത്രയോ കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നത് തൗഫീഖ് രാജൻ പിന്നെ ഒരു ലോ ഡിഗ്രി ഉള്ള ആളാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഇങ്ങനെ പറയുന്നത് മോശമാണ്. പിന്നെ ഇത് അതവിടെ നിൽക്കട്ടെ. ഈ പ്രശ്നം മഞ്ജുഷ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, 5 വർഷമായി വയറ്റിൽ കത്രിക കൊണ്ട് നടന്നുള്ള കാര്യം, അത് തെറ്റാണ് മഞ്ജുഷ. ഇവരെ കുറ്റപ്പെടുത്തുമ്പോൾ, വീണ ജോർജിനെ കുറ്റപ്പെടുത്തുമ്പോൾ. കാരണം ഈ ഉഷ ജോസഫ് പിന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് 2021 മെയ് മാസം 10-ാം തീയതിയാണ്. 2021 മെയ് 10. അവർക്ക് സർജറി നടക്കുന്നത് 2021 മെയ് 12-നാണ്. അവർ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത് 2021 മെയ് 15-നാണ്. രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നത് 2021 മെയ് 20-നാണ്. എന്ന് പറഞ്ഞാൽ ആരോഗ്യമന്ത്രി അല്ല അന്ന് ഈ സംഭവം നടക്കുമ്പോൾ വീണ ജോർജ് എന്ന MLA. അവർ ജയിച്ച MLA മാത്രമാണ്, രണ്ടാമതും അവർ മന്ത്രി ആയിട്ടില്ല. അപ്പൊ പക്ഷേ പാപഭാരം മുഴുവൻ അത് പേറണം എന്നാണ് താങ്കളടക്കം ഇപ്പോൾ പറഞ്ഞത്. അതിന്റെ അല്ലല്ല, താങ്കൾ പറഞ്ഞത് അതല്ല ഞാൻ പറഞ്ഞത്. അതിനെതിരെയാണ് ഇവിടെ സമരം എന്ന് പറഞ്ഞില്ലേ, ആ ഒരു കാര്യം. പിന്നെ നമ്മുടെ പിന്നെ പാനലിസ്റ്റ് ആയിട്ടുള്ള വേണുഗോപാലിന്റെ ഒരു പരാമർശത്തിനോടൊന്ന് പറയേണ്ടതുണ്ട്. അതോട് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തിക്കോളാം. താങ്കൾ VSന്റെ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടായിരുന്നു 2005-2011-ലാണല്ലോ, 2006-2011. അതെ അതെ അതെ. പിന്നെ ഇന്ത്യയിൽ ആദ്യമായി കേട്ടോ, ഫസ്റ്റ് ഇൻ ഇന്ത്യ ഡോക്ടർമാർക്ക് UGC സ്കെയിൽ കൊടുക്കാൻ തീരുമാനിച്ച ഗവൺമെന്റ് സർക്കാരിന്റെ പേരാണ് VS സർക്കാർ. ആ സർക്കാരാണ്
ഗവൺമെന്റ് ഡോക്ടർമാർക്ക് സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ജനം മുഴുവൻ അംഗീകരിക്കുന്ന കാര്യമല്ലേ? അല്ല നിൽക്കൂ, ഞാൻ അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് രണ്ടാം വരവിന് തന്നെ സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അന്ന് ശ്രീമതി ചേർന്ന ആരോഗ്യമന്ത്രി. അപ്പോ അതിനുശേഷം പിന്നീട് അടുത്ത ആ തരത്തിലുള്ള പാരിറ്റി നടക്കേണ്ടത് 2004 10 വർഷം കൂടുമ്പോഴാണല്ലോ UGCയുടെ പിന്നെ ഇത് ശമ്പള പരിഷ്കരണം വരുന്നത്. അതുകൊണ്ട് തന്നെ 2004 മുമ്പുണ്ടായിരുന്നു. അപ്പൊ 2014 ഭരണമായിരുന്നു. 2004 സർക്കാരും ചെയ്തില്ല, 2014 ഉമ്മൻചാണ്ടി സർക്കാരും ചെയ്തില്ല. പക്ഷെ 2014 പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം അത് നടപ്പാക്കി. ഏതാ ഈ 10 വർഷത്തിൽ കൂടുമ്പോൾ നടക്കേണ്ട ശമ്പള പരിഷ്കരണം ഡോക്ടർമാർക്ക് നടപ്പിലാക്കി. അപ്പോ പിന്നീട് പക്ഷേ സാമ്പത്തിക പ്രയാസം കാരണം 2019 ഇൻഎഫക്റ്റ് ആണത് കൊണ്ടുവരുന്നത്. അപ്പൊ ഡോക്ടർമാർ വീണ്ടും തർക്കം ഉന്നയിക്കുന്നു. ഞങ്ങൾക്ക് 2014 വാസ്തവത്തിൽ കേന്ദ്ര പാറ്റേൺ അനുസരിച്ചുള്ള ശമ്പള സ്കെയിൽ റിവൈവ് ചെയ്യേണ്ടിരുന്നത്. അപ്പൊ അതടക്കം കിട്ടണം. ചർച്ചകൾക്കൊടുവിൽ അതും സംബന്ധിച്ചു. അപ്പൊ ഒറ്റ കാര്യമേ ബാലഗോപാൽ പറഞ്ഞുള്ളൂ, ഞാൻ അതും അംഗീകരിക്കാം. പക്ഷെ നിങ്ങളൊരു കേസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഇതിനെതിരെ. നിങ്ങൾക്ക് ആ ബാൻഡിൽ കിട്ടണം. ഏതാ UGC ബാൻഡിൽ വേണം സ്കെയിൽ. നമ്മൾ തീരുമാനിച്ചത് അങ്ങനെയല്ല. UGC നിരക്കിൽ കൊടുക്കാനുള്ള പാരിറ്റിയിൽ. ഇവർക്ക് അങ്ങനെയല്ല, UGC ബാൻഡിൽ വേണം. അത് നമുക്ക് അധികാരമില്ല. അത് ചെയ്യണമെങ്കിൽ കോടതി വിധി വരണം. അതുകൊണ്ടാണ് പ്രശ്നം. ഇത് എന്നിട്ടെന്തിനാണ് സമരം? എന്നിട്ടെന്തിനാണ് സാർ സമരം? അപ്പൊ അത് മറുപടി പറയാൻ ആളില്ല. ഞങ്ങൾക്ക് തരണം, കിട്ടാനുള്ള തൗഫീഖ് എന്താണ് ചർച്ച അവസാനിപ്പിക്കുകയാണ്? തൗഫീഖ്. അതെ ഈ ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാർ ഇടതുപ്രതിയോട് സേവനം സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഏതായാലും ഈ നേട്ടങ്ങളെല്ലാം സർക്കാരിനും കോട്ടങ്ങളെല്ലാം സിസ്റ്റത്തിനും എന്നുള്ള പതിവ് ശൈലി ഇല്ലെങ്കിൽ PR ഇവിടെ അങ്ങോട്ടല്ല ഇടതുപ്രതിയോട് ഇവിടെ നല്ല സ്നേഹവും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ അദ്ദേഹത്തോട് ഇടതുപ്രതിയോടാണ്, CPM പ്രതിയോടാണ്. ഇപ്പോ അങ്ങ് നിരീക്ഷകനല്ലേ? ഏതായാലും ശരി, ആരുടെ കാലത്താണ് കെട്ടിടം ഇടിഞ്ഞു വീണ ആളുകൾക്ക് അല്ലെങ്കിൽ രോഗികൾക്ക് മരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? ആരുടെ കാലത്താണ് മഞ്ജുഷ ചികിത്സ കിട്ടാതെ രോഗികൾക്ക് മരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? മഞ്ജുഷ ആരുടെ കാലത്താണ് ചികിത്സയ്ക്കായി പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ അവയവങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? മഞ്ജുഷ ഡോക്ടർമാർ തന്നെ ഈ ആരോഗ്യ വകുപ്പിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഇതിനു മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോ കഴിഞ്ഞ 5 വർഷക്കാലമായി അല്ലെങ്കിൽ കഴിഞ്ഞ 9.5 വർഷക്കാലമായി ആരോഗ്യ വകുപ്പിനെ വെന്റിലേറ്ററിലാക്കിയ ഒരു സർക്കാർ, ആ സർക്കാരിനെതിരെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പ്രതികരിക്കുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള അഭിനയ നാടകവുമായി ആരോഗ്യമന്ത്രി രംഗത്ത് വരുന്നത്. ഇവിടെ ഉമ്മൻചാണ്ടി സാറിനെ കണ്ണൂരിൽ കല്ലെറിഞ്ഞ ആളുകൾ, TP ശ്രീനിവാസൻ സാറിനെ പിടിച്ചു തള്ളിയ ആളുകൾ, തള്ളിയിട്ട ആളുകളൊക്കെയാണ് ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിക്ക് വേണ്ടി വലിയ രീതിയിൽ നടക്കാത്ത ഒരു സംഭവത്തിന് പേരിൽ KSUവിനെ വിമർശിക്കാൻ തന്നാൽ അത് ഏതായാലും വില പോകില്ല. കേരളത്തിലെ ജനങ്ങൾ ശരി അഫ്സൽ അതിനുള്ള മറുപടി കൂടി അവസാനിപ്പിക്കാം. അതിനുള്ള മറുപടി കൂടി. ഇവിടെ ഏറ്റവും ഒടുവിൽ തൗഫീഖ് പറഞ്ഞ കാര്യത്തിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. എന്താ തൗഫീഖ് ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യം? ഉമ്മൻചാണ്ടിയെ നിങ്ങൾ കല്ലെറിഞ്ഞില്ലേ, TP സെൻകുമാർ നിങ്ങൾ മർദ്ദിച്ചില്ലേ, നമ്മളും അങ്ങനെ ആക്രമിക്കും, നിങ്ങൾ ആരാ ചോദിക്കാൻ എന്ന ഒരു അഹങ്കാരത്തിന്റെ വർത്താനാണ് ഇപ്പോ ഇവിടെ TP ശ്രീനിവാസനെ ആക്രമിച്ചില്ലേ. അപ്പോ പിന്നെ അഹങ്കാരത്തിന്റെ ഒരു വർത്തമാനമാണ് ഇപ്പോ ഇവിടെ KSUവിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കേരളം ആരോഗ്യ മേഖലയിൽ മാതൃകയാണെന്ന് ഈ പിന്നെ DYFIയുടെയോ ഇടതുപക്ഷത്തിന്റെയോ ആളുകൾ മാത്രമല്ല, നേരത്തെ കർണാടകയിലെ മന്ത്രി വന്ന് പ്രസംഗിച്ചതൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ നമുക്ക് ലഭ്യമാണ്. ഇപ്പോൾ മണിശങ്കർ അയ്യർ എന്താ കഴിഞ്ഞ ഈ കോൺക്ലേവിൽ വന്ന് പറഞ്ഞു എന്നുള്ളതും ലഭ്യമാണ്. എന്തുകൊണ്ടാണ് മണിശങ്കർ അയ്യർക്ക്, അതോടൊപ്പം തന്നെ കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിക്ക്, കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർക്ക് ഇടതുപക്ഷത്തിന്റെ ഭരണത്തെ പ്രകീർത്തിക്കേണ്ടി വരുന്നത്? ഭരണം നല്ലതായതുകൊണ്ടാണ്. കാരണം ഇവിടെ ഇന്നത്തെ ഒരു കാലത്തിന്റെ ഒരു പ്രത്യേകത, ഇന്റർനെറ്റ് യുഗമാണ്, ലൈവാണ്, ആളുകൾ എല്ലാം കാണുന്നുണ്ട്. ഇപ്പോ കണ്ണൂര് മെഡിക്കൽ കോളേജിൽ വന്ന കൂത്തുപറമ്പ് ഗവൺമെന്റ് അവിടെയെല്ലാം ഉള്ള മാറ്റങ്ങൾ കാണാൻ വേണ്ടി കഴിയും. അതെ, മഞ്ജുഷൻ ഇപ്പോ വീണ ജോർജിനെ മർദ്ദനേറ്റില്ല എന്നാണോ? എന്തിന്റെ ആവശ്യമാണ്? അത്രയ്ക്ക് മികച്ച ആരോഗ്യ കേരളമാണ്. ശരി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി അഫ്സൽ, നന്ദി തൗഫീഖ്, നന്ദി ശ്രീ MS വേണുഗോപാൽ, ശ്രീ ജയചന്ദ്രൻ. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, വീണ ജോർജിന്റേത് അഭിനയമെന്ന് കോൺഗ്രസ് ശരിയോ?
അതേ എന്ന് 84% പ്രേക്ഷകർ, അല്ല എന്ന് 13%. അവസാനിക്കുന്നു. നന്ദി.